ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ബന്ധമാണ് പ്രാർത്ഥനയുടെ ബേസിക്. അപ്പം ഞാനും എൻ്റെ ഈശോയും, അതായത് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മൈൻഡ് ഡൈവേർട്ടായി പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പം നമ്മൾ ആ വ്യക്തി വന്നിട്ടും ടി വി വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി നമ്മുടെ വീട്ടിൽ വന്നത് നമുക്ക് ഇഷ്ടമില്ല എന്നാ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മൈൻഡ് ഡൈവേർട്ടായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ അപ്പനുമായിട്ട് എനിക്കുള്ള ബന്ധത്തിന് എവിടോ പിഴവ് വന്നിട്ടുണ്ടെന്നാ. ശരിയല്ലേ? അപ്പം എൻ്റെ അപ്പനുമായിട്ട് എൻ്റെ ഈശോയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ അപ്പനുമായിട്ട് ഉള്ള ബന്ധത്തിൽ എനിക്ക് പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം, നമ്മൾ ആത്മശോധന ചെയ്യണം. എവിടെയാണ് എൻ്റെ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് പിഴവ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. അതാണ് ശരിക്കും പറഞ്ഞാൽ കുമ്പസാരം. അല്ലെങ്കിൽ നമുക്ക് തമ്പുരാനോട് തന്നെ ചോദിക്കാം പ്രാർത്ഥിക്കുമ്പം, ഈശോയെ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റാത്തത് എൻ്റെ വിശുദ്ധിയില്ലായ്മയാണെങ്കിൽ അത് എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. അല്ലെങ്കിൽ എൻ്റെ കുറവുകളാണെങ്കിൽ ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് അത് കഴുകി എന്നെ വിശുദ്ധിയിലാക്കണമേ. അപ്പൊ നമ്മുടെ ഒരു മനസ്സ് അത് ഈശോ കാണും, അപ്പൊ നമ്മളെ അനുഗ്രഹിക്കും. അപ്പൊ നമുക്ക് എന്താ പറയുന്നേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം തന്നെ ഇപ്പൊ ഞാൻ നിങ്ങളെ നോക്കാതെ സംസാരിച്ചാൽ അതിന്റെ അർത്ഥം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലെന്നാണ്. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഈശോയോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഈശോയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ, എൻ്റെ ഈശോയുടെ ഏതെങ്കിലും ഒരു രൂപം എൻ്റെ മനസ്സിൽ വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കും എൻ്റെ ഈശോയ്ക്കും ഇടയിൽ എന്തൊക്കെയോ അകലം വന്നു. ആ അകലം നമ്മൾ ഒഴിവാക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ കുമ്പസാരം. കുമ്പസാരത്തിലൂടെ നമുക്ക് ഈശോയുമായിട്ട് എപ്പോഴും അടുത്തിരിക്കാൻ പറ്റും. യോഹന്നാനെ പോലെ ഈശോയുടെ മാറടത്തിൽ ചാരി കിടക്കാൻ പറ്റും. ഈശോയുടെ മാറടത്തിൽ ചാരി കിടക്കുമ്പോൾ ഈശോയുടെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും, നമ്മുടെ ഹൃദയവിടിപ്പ് ഈശോയ്ക്കും കേൾക്കാൻ പറ്റും. ആ ഒരു ബന്ധത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. ആ ഒരു ബന്ധമാണ് നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുണ്ടാവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.